എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ഈസ് എ കോളേജ് പ്രൊഫസറാണ്. പുള്ളി എന്നോട് ചോദിച്ചു, നിങ്ങൾ പോലീസുകാർ, പ്രത്യേകിച്ചും വിജയൻ, ഈ ടീച്ചർമാരെ പഠിപ്പിക്കാനും സ്കൂളുകാരെ പഠിപ്പിക്കാനൊക്കെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സോ വാട്ട് ക്വാളിഫിക്കേഷൻ യു ഹാവ് ഐ നോ, ബട്ട് വെദർ ദേ നോ ദാറ്റ് വൺ വെദർ വൈ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. പിന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കും ഇതിൻ്റെ സംശയം. ഈ ഞായറാഴ്ച ഞങ്ങളിവിടെ പീഡിപ്പിക്കാൻ വേണ്ടി പോലീസുകാരല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പെറ്റി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരിനുള്ളത്, അത് വേറെ ഡിഫറെൻറ്റ് വേ ഓഫ് പെറ്റി അടിക്കലാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കും. ഞാനൊരു ബിറ്റ് ഓഫ് മൈസെൽഫ് ഐ വിൽ ടെൽ ദാറ്റ് ഞാൻ വരുന്നത് ഒരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ഫ്രം ദ സ്കൂൾ, ഫ്രം ദ എൻ്റയർ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരവസരം കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അങ്ങനെ പല രീതിയിലുള്ള പല സ്കൂളുകളിലും പല കോളേജുകളിലും ഇടയ്ക്ക് നിർത്തിയും ഇടയ്ക്ക് കയറിയൊക്കെ വന്ന് അവസാനം എന്നെ മുന്നോട്ടേക്ക് നയിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇറ്റ് വാസ് എ ഡ്രീം. ആ ഡ്രീം മാത്രമായിരുന്നു എൻ്റെ ഗൈഡിങ് ഫോഴ്സ്. ഒരു പക്ഷേ വെൻ ഐ ഗോ ബാക്ക്, അല്ലെങ്കിൽ വെൻ ഐ ലുക്ക് ബാക്ക്, ഐ തിങ്ക് ദാറ്റ് ഇസ് നത്തിങ് വാസ് ദർ എക്സെപ്റ്റ് എ ഡ്രീം. അപ്പോൾ ആ ഒരു ഡ്രീം ആയിട്ട് വരികയും ദെൻ ഐ ഗോട്ട് ഇൻ ടു ഇന്ത്യൻ പോലീസ് സർവീസ്. അതിനു മുമ്പ് ഐ വാസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഇക്കണോമിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു തോന്നൽ, എഡ്യൂക്കേഷൻ ഈസ് ദ ബെസ്റ്റ് ഫീൽഡ് ടു വർക്ക് വിത്ത്. ഇപ്പം ഞാനൊരു ബി എഡ് പോയി എടുത്തു. പിന്നെ ബൈ ഡിഫോൾട്ട് ഞാനൊരു UGC എക്സാം എഴുതിയപ്പോൾ ഐ ഗോട്ട് UGC JRF ആൻഡ് ലെക്ചർഷിപ്പ് ആൻഡ് ഐ വാസ് ലെക്ചറർ ഇൻ വൺ ഓഫ് ദി കോളേജ് ഹിയർ. പിന്നെ ഞാൻ മനസ്സിലാക്കി ഐ ആം നോട്ട് എ ഗുഡ് ടീച്ചർ. കുട്ടികളെ നശിപ്പിക്കുന്നതിലും നല്ലത് ഞാനത് ക്വിറ്റ് ചെയ്യാനെന്ന് കരുതിയിട്ടാണ് ഐ ക്വിറ്റ് ദാറ്റ് വൺ. ദെൻ ഐ ജോയിൻ ഇന്ത്യൻ പോലീസ് സർവീസ് ആൻഡ് ഐ ഫൗണ്ട് ഐ ആം ഫിറ്റ് ഇൻ ദാറ്റ് വൺ. സോ പിന്നെ പോലീസിലേക്ക് കയറി വന്ന സമയത്ത് but my passion for education was continuing. One side I was saying that is, there is a very good relationship between policing and or what the matter police deals with and the education. It may not be so positive. Where the education fails, we will generally start. That's why Victor Hugo said that wherever there is a school is open, there a jail get closed. അപ്പോൾ ക്രിമിനൽ എന്നൊക്കെ ഉള്ള ഒരു ക്രൈറ്റീരിയ, നമ്മൾ സോ കോൾഡ് എഡ്യൂക്കേറ്റഡ് സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് പരസ്പരം വളരെ കണക്റ്റഡാണ്. നമ്മളറിയില്ല. നമ്മളൊരു പലപ്പോഴും സ്കൂളുകളിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിരിക്കുന്ന ഒരാൾ എവിടെയെങ്കിലും ഇഫ് ഹി ക്രിയേറ്റ്സ് എ റിപ്പിൾസ് ഇൻ ദ സൊസൈറ്റി, ദർ വിൽ ബി മെനി ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് ടു. But whenever there is a criminal generates, I think that there should be mother and father for that one. Don't you think so? ആരുടെയോ സ്കൂളിലുള്ള ഏതോ ഒരു അച്ഛൻ്റെ അമ്മയുടെയോ ഏതോ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഇടയിലൂടെ കടന്നു വന്നിട്ടല്ലേ ഈ നമ്മൾ പറയുന്ന ചാൾസ് ശോഭരാജും അതുപോലെ തന്നെ ഉള്ള പല പ്രമുഖന്മാരായിരിക്കും. ഞങ്ങളെ പറഞ്ഞാൽ കൊച്ചിയിലെടുത്ത് നോക്കിയാൽ ബിരിയാണി കോയ, ജാടവാവും, മിന്നൽ റോബറി മമ്മാലി എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്ന കുറേ ആളുകളൊക്കെ, തമ്മനം ഷാജി, വെട്ടിൽ സുരേഷ് എന്നൊക്കെ പറഞ്ഞ വീരന്മാരെടുക്കാം. എന്തായിരിക്കും? ദേ ഓൾസോ ബീൻ ബ്രോഡ് ബൈ ദിസ് സെറ്റ് ഓഫ് സിസ്റ്റം. അപ്പം ഇവിടെ ഈ ഒരു റിയലൈസേഷൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു BEd എടുത്തു, കുറച്ചു കാലം ഒരു സ്കൂളിൽ പഠിപ്പിച്ചു, കോളേജിൽ പഠിപ്പിച്ചു. പിന്നീട് എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ് കുറേ കാലം പണ്ട് മോഹൻലാൽ പറഞ്ഞതുപോലെ ഈ ഇങ്ങനെ പലയിടത്തായിട്ട് ചേർന്ന് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ക്യാമ്പിൽ ചെന്നെന്ന് പറഞ്ഞ പോലെ കുറച്ച് JNUവിലൊക്കെ കറങ്ങി അവസാനം ഇതൊന്നല്ല ശരിയെന്ന് തോന്നി. എന്നാൽ പഠിച്ചതൊക്കെ റിസർച്ച് ചെയ്തതൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊരു സ്ഥലം കിട്ടുമെന്ന് നോക്കിയൊക്കെ എത്തിയതിലാണ് ഇന്ത്യൻ പോലീസ് സർവീസ്. പിന്നീട് വന്ന ഒരു പക്ഷേ ഐ വാസ് ബീയിങ് എ പോലീസ് ഓഫീസർ അറ്റ് ദ സെയിം ടൈം. എൻ്റെ ലാസ്റ്റ് 20 years I was really experimenting in the field of education, or I means it may be largely and more arrogant word. We have been experimenting on that one. അതിൽ വന്നിരിക്കുന്ന ഒരു ഫീൽഡാണ് ആദ്യമായി ഇവിടെയുള്ള ഉദയ കോളനി എന്നുള്ളൊരു കോളനിയിലെ ഹൈലി ക്രൈം പ്രോൺ ആയിരിക്കുന്ന കോളനിയിലെ കുട്ടികളെ എടുത്തിട്ട് നടത്താൻ ശ്രമിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ. മോസ്റ്റ് ഓഫ് ദം ആർ വർക്കിംഗ് ഇൻ ഇൻഫോസിസ് ഓർ ദേ ആർ ഇൻ ദ TCS പോലെയുള്ള കമ്പനികളിലാണ്. ഇപ്പം മിസ്റ്റർ നന്ദകുമാർ, he was the head of BPCL earlier. പുള്ളി ഇപ്പം പറയായിരുന്നു അവിടെയുള്ള ഒരു ബാൻഡ് ടീമുണ്ട്, ദറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പെർഫോമിംഗ് ടീം ഇൻ കൊച്ചിൻ. അപ്പം ഇത് അവിടെ നിന്നും പിന്നീട് ഇന്ത്യൻ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്നുള്ള ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തു. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പ്രോഗ്രാം ഓവർ ദ പീരീഡ് ഡോക്ടർ ഇന്ദിരാരാജനും ഞങ്ങളുടെ ഒരു വലിയ ടീം വർക്ക് ചെയ്ത് അത് വളർന്നു വന്നപ്പോൾ ഇന്ന് അതിന് 13,000 സ്കൂൾ ടീച്ച് ബിൻ ഇംപ്ലിമെൻറ്റഡ് ആൻഡ് I dream at least that it should be implemented at least in 1 lakh schools in a year time. അതിൻ്റെ അകത്തൊരു അത് ഓവർ ദ പീരീഡ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി
what is the essentials for, the essential ingredients for a comprehensive personality. കോംപ്രഹെൻസീവ് പേഴ്സണാലിറ്റിക്ക് എന്തൊക്കെയാണ് നമ്മളിൽ വേണ്ടത്, ഒരു കുട്ടിയിൽ വേണ്ടത്. അതിൽ നിന്നാണ് ഒരു 7 ഡയമെൻഷൻസിലേക്ക് 10 വർഷത്തെ അന്വേഷണത്തിൽ നിന്നെത്തിയത്. അതിലൊന്ന് ഒരു ഫിസിക്കൽ ഡയമെൻഷൻ, ദാറ്റ്സ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത്, ആൻഡ് ദെൻ ദ ഇമോഷണൽ ഡയമെൻഷൻ, അണ്ടർസ്റ്റാൻഡിങ് വൺസ് ഓൺ ഇമോഷൻസ് ആൻഡ് അതേഴ്സ് ഇമോഷൻസ്, ആൻഡ് ഡീലിംഗ് വിത്ത് അവർ ഓൺ ഇമോഷൻസ്. Then a thinking dimension, encouraging a child or enabling a child to think and critically think and act. Then a social dimension, and make him understand or her understand that I am a social being. Whatever I inherit, it has been inherited from the society. Like that, environmental direction, ethical and entrepreneurial dimension. അതിൻ്റെ ഇടയിലാണ് ഞാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ ആകുമ്പോൾ കണ്ടത് കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഡീവിയൻ ബിഹേവിയർ. ഇറ്റ് വാസ് ഇൻ 2010. Then it was actually a similar ഒരു gathering was occurred, then in which several ministers, legislative assembly members, doctors and all part of it. അത് പിന്നീട് formed to our responsibility to children. That is been implemented now 1200 plus schools in India, in Kerala, and several schools in Pondicherry. പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ ഇടയിലുള്ള കോവിഡ് വന്ന സമയത്ത് അഡിക്ഷൻ്റെ ഇഷ്യൂ വന്നു, ഡിജിറ്റൽ അഡിക്ഷൻ. ഇപ്പോൾ ഇന്നോ കേരളത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിലോ ലോകത്തിലെ തന്നെ ആദ്യമായി ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു 6 നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കുട്ടികളുടെ ബ്രില്യൻ്റ് ആയിരിക്കുന്ന കുട്ടികളെ നമ്മൾ എങ്ങനെ കാറ്റർ ചെയ്യും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് സ്വീപ്പ് എന്നുള്ളൊരു പ്രോഗ്രാം MBTയുടെ നേതൃത്വം നടക്കുന്നത്. ദാറ്റ് മൈറ്റ് ഹാവ് കാറ്റേർഡ് ടു മോർ ദാൻ 20,000 സ്റ്റുഡൻസ് സോ ഫാർ. ആൻഡ് ദെൻ കം ടു then we thought about that how will help the children. They are not having that much of learning ability or low in learning outcome. So we designed a program called HOPE. ആ ഹോപ്പിൽ തന്നെ നമ്മളെല്ലാവരും സിസ്റ്റം തന്നെ റിജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടരെ നമ്മൾ പറഞ്ഞു, എന്താണ്, നോ വൺ ഈസ് യൂസ്ലെസ്, ഓൺലി യൂസ്ഡ് ലെസ് ആണെന്ന്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 6000-ൽ പരം കുട്ടികളെ അവരുടെ ഈ പ്രാഥമികമായിരിക്കുന്ന SLC+2 കടത്തിവിടുന്നതിലും ഒരു റീസണബിൾ എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നതിനും ഇതിൻ്റെ ഒരു സ്റ്റേജിലെത്തിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഈ പ്രസൻറ്റേഷൻ നടത്തുന്നത്. ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ 20 ഇയേഴ്സിൻ്റെ ഇടയിൽ എവിടെയെല്ലാമാണ് എഡ്യൂക്കേഷൻ്റെ കമ്പൽഷൻ ഇല്ലാതെ പുറത്തുനിന്ന് നോക്കിക്കണ്ട ഒരു ടീമാണ്. കാരണം എഡ്യൂക്കേഷൻ്റെ കമ്പൽഷൻ അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സിലബസ് തീർക്കുക, എക്സാമിൻ്റെ റിസൾട്ട് നോക്കുക, പാരൻസിനോട് അവരെ കൺവിൻസ് ചെയ്യിക്കുക, മാനേജ്മെൻറ്റിനെ കൺവിൻസ് ചെയ്യിക്കുക, അതിൻ്റെ റിസൾട്ടുകൾ സൊസൈറ്റിയിൽ എത്തുമ്പം പ്രൊജക്റ്റ് ചെയ്യപ്പെടുക. ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ നോക്കുന്നതാണ് ഒരു കുട്ടി അതെങ്ങനെ ഉയർന്നു പോയി എവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ആ എത്തിച്ചേരലുകളിൽ നമ്മൾ ഏറ്റവും അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്നവനും ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നവനും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ളൊരു തിരിച്ചറിവ്, അത് ഏതോ ഒരു പെർട്ടിക്കുലർ ട്രിഗറിങ് പോയിന്റിലുണ്ടായ വ്യത്യാസമാണ് ഇത് രണ്ടിലേക്കുള്ള മാറ്റങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഒരിക്കലും ചേലേമ്പ്ര ബാങ്ക് റോബറി കേസ് അന്വേഷിച്ചു. ആ കേസിലെ ജോസഫ് എന്ന് പറയുന്ന ഏലിയാസ് ജോസഫ് എന്ന് പറയുന്ന കക്ഷി ആ ക്രൈം ഓപ്പറേറ്റ് ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഹെഡാക്കാൻ അവരെയായിരിക്കും പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്രയും മെറ്റിക്കുലസ് ആയിട്ട് ഓപ്പറേറ്റ്, ഹൈലി ബ്രില്യൻ്റ് ആയിരുന്നു. നോട്ട് ഈവൻ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇതൊരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് ഒരു ആണി അടിച്ച് കയറ്റാൻ നിങ്ങളോട് പറഞ്ഞാൽ യു വിൽ സ്ട്രഗിൾ ടു മേക്ക് ഇറ്റ്. അതിൻ്റെ അകത്ത് ഒരു മനുഷ്യന് കടന്നു പോകാനുള്ള ഒരു മാൻ ഹോൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് സൂക്ഷിച്ചിരിക്കുന്ന 80 കിലോ സ്വർണവും സാധനം എടുത്തു കൊണ്ടുവരാൻ കാണിക്കുന്ന ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും ആ പവർ കൺസിസ്റ്റൻസിയും പെർസീവറൻസും അയാളുടെ എനർജി മറ്റൊന്നിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും അതിൽ സംഭവിക്കുക? ആഫ്റ്റർ ഓൾ എവറിത്തിങ് ഈസ് എനർജി. ഹൗ ഡു യു കൺവേർട്ട് ഇറ്റ്, ദാറ്റ് മാറ്റേഴ്സ്. മനുഷ്യരിൽ എല്ലാവരിലും ഒരേ എനർജിയാണുള്ളത്. പക്ഷേ ചില ടീച്ചേഴ്സ്മാർക്ക്, ചില പാരൻസിന്, ചില നാട്ടിലെ മെൻറ്റേഴ്സിന് ദേ ക്യാൻ കൺവേർട്ട് ഇറ്റ് ടു, they are able to inspire and motivate and convert this energy to big level. That's why the APJ Abdul Kalam സാറിനെ പോലെയുള്ള ആളുകളൊക്കെ പറയാറ് എന്നെ ആക്കി മാറ്റിയത് എൻ്റെ ടീച്ചർമാരാണെന്ന്. ഞാൻ പറയാറ്, ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൽക്കാലം തെറ്റില്ലാത്തൊരു ഹറാമിയായിട്ടൊക്കെ കോളേജിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ബസ്സിൽ കണ്ടിരിക്കുന്ന എന്നെ 7ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച മാഷ് പറഞ്ഞു, നീ എക്കണോമിക്സാണ് എടുത്തിരിക്കുന്നതല്ലേ, സിവിൽ സർവീസിന് പറ്റിയ സബ്ജക്റ്റാണ്. എന്നിട്ട് ആ ബസ്സിൽ നിന്ന് തന്നെ അദ്ദേഹം ഇറങ്ങി വന്നിട്ട് അടുത്തുള്ള പുസ്തകക്കടയിൽ പോയി എനിക്ക് കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ചു തന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നതുകൊണ്ട് മാത്രം ആ പുസ്തകത്ത് വായിക്കാത്തത്. എൻ്റെ സിവിൽ സർവീസിലേക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ശ്രീ ബാലകൃഷ്ണൻ മാഷ് നിന്നാണ്. ഒരു പക്ഷേ അല്ലെങ്കിൽ വേറെ ഏതോ തലത്തിലേക്ക് തിരിഞ്ഞു പോകുമായിരുന്ന
ഒരു പക്ഷേ ക്രിമിനലിൻ്റെ ലോകത്ത് പോലും മറ്റെന്തെങ്കിലും ലോകത്തിൽ ഈ എനർജി സ്പെൻഡ്. സോ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ആൻഡ് എവരിത്തിങ് ഈസ് എനർജി, ഹൗ യു യൂസ് ഇറ്റ്. ടൈം ആൻഡ് എനർജി മാറ്റേഴ്സ്. യുവർ ടൈം എങ്ങനെ യൂസ് ചെയ്യുന്നു, യുവർ എനർജി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലേക്ക് പോകുന്നത്. ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളുടെ എക്സ്പെരിമെൻറ്റിൽ നിന്നും ഐ തോട്ട് ദാറ്റ് നമുക്കിനി ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഇന്ന് സ്കൂളിങ്ങിൽ ആവശ്യമുണ്ട്. കാരണം നമ്മളിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സാധാരണ സ്കൂൾ എഡ്യൂക്കേഷനിൽ നമ്മളൊരു അക്കാഡമിക് എക്സലൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയേക്കും. അത് തന്നെ അക്കാഡമിക് എക്സലൻസ് എന്ന് പറഞ്ഞത് വി ലാർജ്ലി കൺഫൈൻ ടു ദി മാർക്സ്. ഇനിയുള്ള കാലഘട്ടത്തിലൊന്നും തന്നെ മാർക്കുകൾ കിട്ടിയവരായിരിക്കില്ല ലോകത്തിൽ മാർക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ എലോൺ മസ്കിൻ്റെ ചരിത്രം എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബിൽ ഗേറ്റ്സിൻ്റെ ചരിത്രം എടുത്ത് നോക്കുക. ഇവരാരും തന്നെ എന്തല്ല വലിയ അക്കാഡമിക് മാർക്കുകളുടെ കാലത്തല്ല. അല്ലെങ്കിൽ സക്കർബർഗ് ഫേസ്ബുക്കിൻ്റെ ഓണറിൻ്റെ അടുത്ത് നോക്കിയാൽ അറിയാം എന്താണ്. ഇവരെല്ലാം ഒന്നുകിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ടോ കോളേജ് ഡ്രോപ്പ് ഔട്ടോ ഒക്കെ ആയിരിക്കും. അവരിൽ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി? കുഡ് യു ക്രിയേറ്റ് ക്യൂരിയോസിറ്റി ഇൻ ദം? കുഡ് യു ഹെൽപ്പ് ദം ടു ഇമാജിൻ ഹൈ? കുഡ് യു ഹെൽപ്പ് ദം ടു ഡ്രീം ബിഗ്? കുഡ് യു ലീഡ് എ വെരി വെരി ഹെൽത്തി ആൻഡ് കേപ്പബിൾ ഹ്യൂമൻ ലൈഫ്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഒരാളുടെ ഡെസ്റ്റിനിയും ഒരുപക്ഷെ ഒരു രാജ്യത്തിൻ്റെ ഡെസ്റ്റിനിയും ഒരുപക്ഷെ തീരുമാനിക്കുന്നു. ആ ഒരു രാജ്യത്തിൻ്റെ ഡെസ്റ്റിനി തീരുമാനിക്കുക, അല്ലെങ്കിൽ വ്യക്തിയുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. വി മസ്റ്റ് ഹാവ് എ മോർ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്, നോട്ട് അറ്റ് ദ സ്കൂൾ ലെവൽ കരിക്കുലം അലോൺ, ഇറ്റ് ഇസ് ദ ഇൻ്റർവെൻഷൻ ലെവൽ ഓൾസോ. ഒരു കുട്ടിയുടെ പണ്ട് പറയാറുണ്ട് എൻ്റയർ വില്ലേജ് റൈസസ് എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റയർ വില്ലേജ് റൈസസ് എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അത് അച്ഛനമ്മമാരുണ്ടാവും, സ്കൂളുണ്ടാവും, ആ സമൂഹത്തിലെ വിവിധ മെമ്പർമാരുണ്ടാവും എന്ന് പറഞ്ഞത്. നമ്മൾ പറയുന്നത് ഒരു സ്കൂളിൽ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഔട്ട്സോഴ്സിങ് പാരൻറ്റിങ് അല്ല എന്നുള്ളൊരു ബോധം നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഔട്ട്സോഴ്സിങ് പാരൻറ്റിങ് എന്ന് പറഞ്ഞത് കുട്ടികളെ ജനിപ്പിക്കുന്നു, 2.5 വയസ്സാകുമ്പോഴേക്കോ 2 വയസ്സാകുമ്പോൾ പ്ലേ സ്കൂളിലേക്ക് തട്ടിയിട്ട് പിന്നീട് എൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നതല്ല പാരൻറ്റിങ് എന്നുള്ള ഒരു ഉത്തരവാദിത്വം. എങ്ങനെ അവരിൽ ആ സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നും ആ സെൻസിനോടൊപ്പം തന്നെ അവരെ എങ്ങനെയാണ് കേപ്പബിൾ ആക്കാൻ പറ്റുമെന്നുള്ള ഒന്ന്. 2 എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സിലബസിൻ്റെ അളവ് മാത്രം തീർക്കലല്ല, ഈസ് ആക്ച്വലി ടു ദ ക്യാരക്ടർ ഫോർമേഷൻ, ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ എ ചൈൽഡ് എന്നുള്ളതിലേക്ക് ആക്കാൻ എങ്ങനെ അവരെ നമുക്ക് കേപ്പബിൾ ആക്കാനും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്നും. അതോടൊപ്പം തന്നെയാണ് ഞങ്ങളെപ്പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും NPTയെ പോലെയുള്ള സൊസൈറ്റിയിലെ മറ്റ് റെസ്പോൺസിബിൾ പീപ്പിളിനും കുട്ടികൾക്ക് മുമ്പും ചുറ്റും എങ്ങനെ കെയർ, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കവചം സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, നമ്മൾ പറയാറില്ലേ നൗ ഡേയ്സ് എവരി വൺ ഈസ് എ കൊളാബറേറ്റർ എന്ന് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നുണ്ട്. എവരി വൺ മസ്റ്റ് ബി എ കൊളാബറേറ്റിംഗ് ഇൻ ദ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്. ആ ഒരു കൊളാബറേഷൻ്റെ പാറ്റേൺ എങ്ങനെ നമുക്കൊരു ഇൻ്റഗ്രേറ്റ് അപ്രോച്ച് കൊണ്ടുവരാം. അതോടൊപ്പം തന്നെയാണ് നമ്മളൊരു സ്കൂളിൻ്റെ ഒരു പഠനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഠനത്തിൻ്റെ അകത്ത് ഒരു ബിഹേവിയറിലായിരിക്കുന്ന എൻറിച്ച്മെൻ്റ് ഉണ്ട്. ആ ബിഹേവിയർ ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ദ ബിഹേവിയർ എൻറിച്ച്മെൻറ്റ് ആൻഡ് ഇമോഷണൽ എൻറിച്ച്മെൻ്റ് ഉണ്ട്. enabling a child to understand their own emotions and manage coping with that one, how to help them that one. And next one will got about cognitive side. Every child is not alike, different, every child it's on their particular talented differences. It can be some people may be very good in grasping, but some people will be different in some sort of empathy will be very high, some people IQ will be very high. So the thing is that there are children with a low learning outcome and a high learning outcome. There are children with high empathy and low empathy. How we can develop a balanced personality in a child? In the നോക്കുമ്പോൾ we must look into the cognitive aspect. അതുകൂടാതെ നമ്മൾ പറയേണ്ടുന്ന ഒരു കാര്യമാണ് കുട്ടിക്ക് ചുറ്റും, പ്രത്യേകിച്ചും ഈ ആധുനിക യുഗത്തിൽ കുട്ടിക്ക് ചുറ്റും ഒരു സേഫ്റ്റി നെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. അതിലേറ്റവും വലിയൊരു ത്രെട്ടാണ് ഇന്ന് നമ്മുടെ മിസ്റ്റർ വിമലാദിത്യ ഹാൻഡിൽ ചെയ്യുന്ന ഈ പറയുന്ന ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന നാർക്കോട്ടിക്സിൻ്റെ. ഞാനും കേരളത്തിൻ്റെ നാർക്കോട്ടിക്സിൻ്റെ കേരള കാൻസാപ്പ് എന്ന് പറഞ്ഞ കേരള ആൻറ്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിൻ്റെ ഹെഡായിരുന്നു. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളിവിടെ ഒരു ഗ്ലോബലൈസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്നും നിങ്ങളെ വീട്ടിൻ്റെ അകത്തിരുന്ന് നിങ്ങളെ മൊബൈൽ ഫോണിലിരുന്നിട്ട് നിങ്ങൾക്ക് ഏത് ഭക്ഷണവും ഏത് ഉടുപ്പും ഏത് എക്യുപ്മെൻസും വാങ്ങാൻ പറ്റുന്ന അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ പോസിബിലിറ്റി നിങ്ങളിവിടെ ഉറപ്പ് വരുത്തുന്നുണ്ടെങ്കിൽ ദ അതർ സൈഡ് ഓൾസോ വിൽ വർക്ക്. അത് ഒരു പർട്ടിക്കുലർ ആയിരിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി കൊണ്ട് മാത്രം തീരുമെന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ വെറും 9,000 കേസുകൾ മാത്രം
നമ്മൾ 2021 രജിസ്റ്റർ ചെയ്തത് ഇന്ന് 32,000 കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് എന്തുകൊണ്ട് ഡ്രഗ് നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല? ജയിലുകൾ നിറയുന്നതല്ലാതെ എന്ത് ചെയ്യുന്നില്ല? ഇവിടെയുള്ള ഡ്രഗിൻ്റെ പ്രസൻസ് പൂർണ്ണമായും കുറഞ്ഞെന്ന് പറയാൻ പറ്റുമോ? ഇവിടെയാണ് വേറെവർ ദർ ഇസ് ഡിമാൻഡ് ദർ വിൽ ബി എ സപ്ലൈ ടു. അത് എങ്ങനെയാണ്? ആ ഡിമാൻഡിൻ്റെ സൈഡ് സൊസൈറ്റി ഏറ്റെടുക്കേണ്ടതാണ്. സപ്ലൈ സൈഡ് ഡെഫിനറ്റ്ലി മസ്റ്റ് ബി ദ ജോബ് ഓഫ് പോലീസ് ആൻഡ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഹൗ ദ ട്രൂ പാരൻസ് അല്ലെ ട്രൂ ഗാർഡിയൻസ് ഓഫ് ദ ചിൽഡ്രൻ, അതായത് ദ പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് അതർ സൊസൈറ്റി മെമ്പേഴ്സ് ക്യാൻ ടുഗദർ ക്രിയേറ്റ് എൻ എക്കോസിസ്റ്റം, എ സേഫ്റ്റി വാൾവ്, എ സേഫ്റ്റി നെറ്റ് അറൗണ്ട് അവർ ചിൽഡ്രൻ. ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന, അതോടൊപ്പം തന്നെ ഹൗ വി ക്യാൻ പ്ലേസ് ഹിം ഇൻ ടു ആൻ ഹയർ ഓർബിറ്റ് വേർ ഫ്രം ഹി നെവർ ഫാൾസ്. അതിനാണ് നമ്മൾ പറയുന്നത് വി ക്യാൻ ക്രിയേറ്റ് എ ബിഗ് ഡ്രീം ഇൻ ദയർ മൈൻഡ് എന്ന്. അപ്പം ഇങ്ങനെയുള്ള ഒരു കലക്റ്റീവ് അപ്രോച്ചിൻ്റെ ഒരു കോംപ്രഹെൻസീവ് സാധനത്തെയാണ് നമ്മൾ ദ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ പറയുന്നത്. നമ്മൾ ഈ ഡ്രഗിൻ്റെ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ കാണുന്ന വയലൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നോർമലി പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ വരാണ്. പെട്ടെന്ന് ഞാൻ നിയമസഭയിലെ ഇതിനെക്കുറിച്ചുള്ള 2 ദിവസം നീണ്ടുനിന്ന ഡിസ്കഷൻ്റെ അകത്ത് നമ്മൾ 141 MLA-മാരുടെ ചർച്ചയാണ്. ദേ ആർ വെരി മച്ച് കൺസേൺ. വലിയ സീരിയസ് ആയിട്ട് നിയമസഭയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പത്രങ്ങൾ സീരിയസ് ആയിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കണ്ടത്, നമ്മൾ അതിൻ്റെ ട്രൂ കോസിലേക്കോ അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന കാരണത്തിലേക്കോ നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ളത് ദർ ഈസ് എ ഡൗട്ട്. നമ്മളിപ്പോഴും പറയുന്നത് മയക്കുമരുന്ന് മതി, മയക്കുമരുന്നിനെ കുറിച്ചിട്ടുള്ള പിടിക്കുകയും അവയർനെസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോടുകൂടി പ്രശ്നങ്ങൾ തീരുന്നുള്ളൂ. ഒന്ന്, മയക്കുമരുന്നിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് കേൾക്കാൻ ചില ആളുകൾ ക്ലാസ് എടുക്കുന്നത് കേൾക്കണത്തിന് എന്ത് വേണ്ടി വരും? 2 അടിക്കേണ്ടി വരും എന്നുള്ളത് പലപ്പോഴും തോന്നാറുണ്ട്. ആ രീതിയിൽ ബോറടിപ്പിക്കുന്നു. ചില ആളുകൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ഈ എല്ലാ മയക്കുമരുന്നിനെ കുറിച്ചിട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഏത് മാർക്കറ്റിൽ പോയി വാങ്ങണം എന്നുള്ള കാര്യം മാത്രമേ നോക്കത്തുള്ളൂ, പണം ഒപ്പിക്കേണ്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഡ്രഗിൻ്റെ അവയർനെസ് ഡ്രഗിൻ്റെ യൂസ് കുറയുമോ? യഗിൻ്റെ യൂസ് കുറയുമോ? ഇപ്പോൾ ഉദയം എന്ന് പറഞ്ഞിരിക്കുന്ന കമ്മീഷണർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്ത് മയക്കുമരുന്നിനെ ഉപയോഗിക്കുക എന്തുകൊണ്ട് നമ്മളാരും അതിലേക്ക് ഓടിച്ചിരുന്നില്ല? നമ്മൾ മഹാന്മാരും മഹതികളും ആയതുകൊണ്ട് മാത്രമല്ല, അതൊരു ഇൻറ്റേർണൽ ആയിരിക്കുന്ന എനർജി കൂടി വേണം. നമ്മളെ മെൻ്റൽ ഹെൽത്തിൻ്റെ സ്റ്റേച്ചർ താഴെയാവുമ്പോൾ നമ്മൾ അതിനെ സപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു സപ്ലിമെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരു മനസ്സിൻ്റെ ഒരു ഉള്ളിൽ നിന്നും വരുന്ന ഒരു ആഗ്രഹമാണ്. അതിനെ നമുക്ക് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ പറ്റും? അതോടൊപ്പം തന്നെ ഇത് ഒരിക്കലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് കുറഞ്ഞു വരുമ്പോൾ ആ കുറഞ്ഞു വരുന്ന മെൻ്റൽ ഹെൽത്തിനെ സപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും കൂടുതൽ വേണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ അഡിക്റ്റീവ് ടെൻഡൻസിയിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വെറുതെ ഒരു ക്ലാസ് എടുത്തത് കൊണ്ട് ഇത് തീരുമോ? അല്ലെങ്കിൽ നമ്മളിവിടെ എവിടെയെങ്കിലും ഒക്കെ ഈ ഗ്ലോബലൈസ്ഡ് ആയിരിക്കുന്ന ഡാർക്ക് നെറ്റും ഈ പറയുന്ന ഏത് രീതിയിലുള്ള ഗ്ലോബൽ സിറ്റുവേഷൻ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ വാതിലുകൾ അടച്ചിട്ടതുകൊണ്ട് മാത്രം ഇത് കിട്ടാതിരിക്കുമോ? ഇതിനാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കുട്ടികൾക്ക് ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള. ആ മെൻ്റൽ ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യുമ്പം സേ നോ പറയാനുള്ള ഒരു എനർജി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. മോറോവർ ഇതിനെപ്പറ്റി ചിന്തിക്കാതെ തന്നെ ഇതിലേക്ക് ചിന്തിപ്പിക്കാൻ അവരെ പറ്റുമോ എന്നുള്ളതാണ്. ആ പറ്റലിൻ്റെ ഒരു കാര്യമാണ് നമ്മളൊരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളെ കുട്ടികളുടെ ഇടയിൽ വളരെ സീരിയസ് ആയിരിക്കുന്ന, ഇമോഷണൽ ആയിരിക്കുന്ന, ബിഹേവിയറലായിരിക്കുന്ന കോഗ്നിറ്റീവ് ചാലഞ്ചസ് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം. അത് മനസ്സിലാക്കാതെ നമ്മൾ എന്ത് പഠിപ്പിച്ചാലും നിങ്ങൾ താൽക്കാലികമായിട്ട് വിജയിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എന്തായിരിക്കില്ല, അവരെ ജീവിതത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ ഒരു പക്ഷേ പ്രയാസകരമായിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. പല സ്റ്റഡീസും പല രീതിയിലുള്ള കണക്കുകൾ പറയുന്നുണ്ട്. ബട്ട് ദർ ഇസ് എ യൂണിവേഴ്സൽ ഫാക്ട് ദാറ്റ് ദർ ഇസ് എ സീരിയസ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എമംഗ് അവർ ചിൽഡ്രൻ. ആൻഡ് മോറോവർ ആ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലീഡ്സ് ടു സീരിയസ് ലെവൽ ഓഫ് ബിഗ് ട്രാജഡീസ്. ദാറ്റ് ട്രാജഡി ഈസ് കോൾഡ് സൂയിസൈഡ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം മാത്രം 331 കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും ഒരു കുട്ടി സക്സസ്ഫുൾ ആയിട്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫെയിൽഡ് 12 അറ്റംപ്റ്റ്സ് ഉണ്ടെന്നും സെവറൽ ഹൺഡ്രഡ്സ് ഓഫ് കുട്ടികളുടെ മൈൻഡ്സിൽ എപ്പോഴും പല വട്ടത്തിലായിട്ട് സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്.
അതോടൊപ്പം തന്നെയാണ് ഞാൻ ഈ പറയുന്ന സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെയും ആ റിസ്കി ബിഹേവിയറിൻ്റെയും അത് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ കാണുന്ന ഈ അൺഹെൽത്തി ആയിരിക്കുന്ന സെക്ഷൽ ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞത്, ദാറ്റ്സ് ഓൾ ദിസ് ഈസ് സംതിങ് ദർ ആർ intricacies of various things, exposure to the cyber world and related things. ദെൻ ഇമോഷണൽ ആയിരിക്കുന്ന ഇതെല്ലാം കൂടി കൂടിച്ചേരുന്ന സമയത്ത് നിങ്ങൾ നോക്കുന്ന റിസൾട്ട് നോക്കിയാൽ കാണില്ല. കാരണം എന്താണ്, ഇത്തരത്തിലുള്ള ഇമോഷണൽ ബിഹേവിയറൽ ഒക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്ന ആളുകൾ കോൺഫിഡൻസ് ലെവൽ വിൽ ബി വെരി ലോ. കോൺഫിഡൻസ് ലെവൽ താഴെയായിരിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ലീഡ് ടു പുവർ പെർഫോമൻസ് ഇൻ ദ സ്കൂൾസ് ഓർ പുവർ പെർഫോമൻസ് ഇൻ ദ സൊസൈറ്റി. ഇന്നലെ ആരോ എന്നോട് പറയുന്ന കേട്ടു, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ, സാർ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് വിദ്യാഭ്യാസമുള്ളവർക്ക് ജോലി കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു 100-200 പേരെ ഇൻ്റർവ്യൂ ചെയ്താൽ പോലും ചില സമയത്ത് എനിക്ക് ഒരാളെ ആവശ്യത്തിന് കിട്ടാറില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ ORCയിലേക്ക് ഒരു കോർഡിനേറ്ററെ കിട്ടാൻ വേണ്ടിയിട്ട് 19 പേര് വന്നിട്ടുണ്ട്. എല്ലാവരും വേണ്ട MSW ആണ്. MSW കിട്ടേണ്ട ആളെ വെച്ചപ്പോൾ ഞാനും സോഷ്യൽ ജസ്റ്റിസിൻ്റെ സെക്രട്ടറിയും എഡ്യൂക്കേഷൻ സെക്രട്ടറി കൂടി ഇരിക്കുക. 3 പേർക്കും വലിയ തിരക്കുണ്ടായ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ആദ്യം തന്നെ ഇവരെ കൊണ്ട് ഒരു എക്സാം എഴുതിപ്പിക്കുക. ഒരു 20 മിനിറ്റ് ഒരു പേപ്പർ ചെയ്ത് അത് വായിച്ചപ്പം തന്നെ ഏകദേശം ഒരു 10 പേര് ഇൻ്റർവ്യൂ ചെയ്താൽ മതി എന്ന് മനസ്സിലായി. കാരണം എഴുതാൻ അറിയണ്ടേ. ആ 20 പേര് വന്നപ്പം തന്നെ ആ എഡ്യൂക്കേഷൻ സെക്രട്ടറി, ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് ഷാജഹാൻ, ഒരു കുട്ടി വന്നപ്പം തന്നെ ചോദിച്ചു അതിനോട്, ഞങ്ങളിങ്ങനെ ഇരിക്കുക, ചോദിച്ചു ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും മോശമാക്കാൻ പറ്റും ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളോട്. ഇപ്പം അയാളായിരുന്നു ശരി, ഞാൻ തെറ്റുമായിരുന്നു. കാരണം കുട്ടി പറയാണ് നരസിംഹറാവു. സീരിയസ്ലി പറയാണ്, മോദിജി ഒന്നും അറിയണ്ട, അവിടെ നിന്ന് സൈന്യത്തെ തന്നെ ഇങ്ങോട്ട് അയച്ചേനെ. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുക. സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് കമൻസുറേറ്റഡ് വിത്ത് ദ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. അതുണ്ടാകാതിരുന്ന എഡ്യൂക്കേഷൻ കൊണ്ട് എന്താണ് കാര്യം? കേരളം ഈസ് നോൺ ഫോർ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ സ്ഥലമാണെന്നാണ് അറിയപ്പെടുന്നത്. എവിടെയാണ് നമുക്ക് വെച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടെന്ന് ഇപ്പോഴും തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ ഒരാളെ തരിക. യുനിസെഫ് എൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ പറയും. എനിക്ക് വേണ്ടത് കുറച്ച്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്ത് തരാം. ഒരു 1-1.25 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കും. ഓക്കെ, നോട്ട് എ ബിഗ് ജോബ് ആൻഡ് ഓൾ, ബട്ട് ഷുഡ് ബി ബിഫിറ്റിംഗ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ജോബ്. കഴിഞ്ഞ 1 മാസമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്രിമിനൽ വൾണറബിലിറ്റീസ്, ഇതിൻ്റെയൊക്കെ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ എണ്ണം പറയേണ്ടതില്ല. ക്രൈം ബൈ ചിൽഡ്രൻ, ക്രൈം അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ഈസ് ഇൻക്രീസിങ് ലൈക്ക് എനിത്തിങ്. ആൻഡ് ജുവനൈൽ ഒഫൻഡർ എന്ന് പറയുന്നത്, നമ്മൾ ഒരു ജുവനൈൽ ഒഫൻഡർ എടുത്ത് നോക്കിയാൽ ആ ജുവനൈൽ ഒഫൻഡർ വന്നിരിക്കുന്നതിനകത്ത് നിങ്ങൾ ഐൻസ്റ്റീൻ്റെ എനർജിയുടെ ലോ നിങ്ങൾക്കറിയാം, E=mc². പേഴ്സണാലിറ്റിക്ക് നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റിക്ക് നിങ്ങളോട് ഞാനൊരു ഫോർമുല ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ഉണ്ടാക്കുക? ഒരാളുടെ പേഴ്സണാലിറ്റി ഉണ്ട്. ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് P=GE² എന്നാണ്. ഒരാളുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്നത് ജനറ്റിക് ഫാക്ടർ ഒരു ഫാക്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡബിൾ ദ റോൾ ഈസ് ബീൻ പ്ലേഡ് ബൈ ദി എൻവയോൺമെൻറ്റ്. ആ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വീടും സ്കൂളും സമൂഹവും കൂടി ചേർന്ന് തരണം. ഉണർന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല സമയം ചെലവഴിക്കുന്നത് ഭാഗ്യവശാൽ നിങ്ങളുടെ കൂടെയാണ് എന്നുള്ളതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എൻവയോൺമെൻറ്റിൽ പഴക്കുന്ന പങ്കിൻ്റെ റോൾ എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതോടൊപ്പം കാണുന്ന കുറേ ഈ കോൺഫ്ലിക്റ്റുകളുണ്ട്. ഈ കോൺഫ്ലിക്റ്റുകളെല്ലാം തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പേഴ്സണാലിറ്റി ഇഷ്യൂസിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഈ 19th സെഞ്ച്വറി പാരൻസും 21st സെഞ്ച്വറി കിഡ്സുമാണ്. അത് നിങ്ങളെല്ലാവരും പെടുന്നതാണ് അതിൻ്റെ അകത്ത്. രണ്ടാമത്തതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ ഒരു കാലഘട്ടത്തിൽ കരഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കിട്ടുമെങ്കിൽ ഇന്ന് നമ്മൾ കരഞ്ഞ് അങ്ങോട്ട് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സോ കോൾഡ് മെറ്റീരിയലിസത്തിൻ്റെ ടേസ്റ്റ് ചോദിച്ചിട്ട് വാങ്ങാതെ അല്ലെങ്കിൽ കിട്ടാത്തൊരു സാധനം കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും, ഒരുപാട് കരഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടെങ്കിൽ ഒന്നും പറയാതെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റേജിലിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം നിങ്ങൾ പ്രത്യേകിച്ചും അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾ കുറേ നേരം ആലോചിച്ച് അവർക്ക് ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്ത് പിന്നെ ഇതൊരു മാറ്റർ ഓഫ് റൈറ്റായി മാറുന്നു. നമുക്ക് കിട്ടിയിരുന്ന അല്ലെങ്കിൽ ഇവിടെ കിട്ടിയിരുന്ന പലർക്കും കിട്ടിയിരുന്ന എന്താണ്? ഒരുപാട്
ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരുപക്ഷെ അച്ഛനോട് നേരിട്ട് ചോദിക്കാൻ പറ്റാതെ അമ്മയോട് റൂട്ട് ചെയ്ത് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഉണ്ടാക്കിയിരുന്ന ഒരു സ്ഥാനത്ത് നിന്നും ചോദിക്കുന്നതിന് മുമ്പ് എത്തിച്ചു കൊടുക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ നോക്കുക. അത് അവരുടെ കുഴപ്പമല്ല, എല്ലാ കുഴപ്പവും നമ്മളെടുത്താണെന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഈ SPC പ്രോഗ്രാമൊക്കെ ആദ്യത്തിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇവിടെ എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾക്കറിയാം. പിന്നീട് അതേ ആളുകൾ തന്നെ നമ്മളുടെ വന്നിട്ട് എൻ്റെ ഓഫീസിന് മുമ്പിൽ എത്രയോ മണിക്കൂറുകൾ നിന്നിട്ടുണ്ട് SPC അനുവദിച്ച് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ നമ്മളെ നാടിൻ്റെ ഒരു പ്രത്യേകത ചേഞ്ചസിനോട് റിസീവ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. നിങ്ങൾ ബീയിങ് ദ അംബാസിഡേഴ്സ്, മോസ്റ്റ് കൺവിൻസ്ഡ് evangelist of this program, I say that you must take that role of a teacher, role of a leader actually. So another thing is that orientation program has to be implemented in the school, because the way you have been got convinced, that much has to be convinced to the transmitted to the teachers and other members of the school community. And then we must go for the capacity building. This is you may say that we are all getting enough training through CBSE and all. This is a different set of things, something in addition to that one. We are not replacing anything, we are adding to something more that is very much essential. After a lot of research and all we are doing in, so capacity building for the teachers and the parents are very important. And then of course we have to go for that is IKMS. There is a set of psychologists and psychiatrists working for this one. There is on 17th again we have put an a workshop for further revising this program. So it will be one of the perfect one. Now ICMR has sent a team to study this one. Monday there is a workshop is going on. So then formation of school protection group, and wherever there is already, that is to be strengthened. It is an opportunity to bring, if the school leadership take interest, the police will be with you, excise will be with you, transport will be with you, local self-government will be with you. But you have to stretch, you have to show the interest, you have to take the leadership. In such a way it has been formed, and the entire state is for that one now. Honorable CM in the last 26th June, the 5th phase of that campaign was started. The focus is school protection and college protection group. So your willingness and your commitment and your leadership matters a lot in implementation of school protection groups too.